നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് സ്വന്തമായിട്ടൊരു സീരിയൽ സൈറ്റിൽ കത്തി കാണുമ്പം അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഫീൽ അല്ലേ? അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സ്ക്രാച്ചിലേ കാണിക്കാം ഏത് സീരിയൽ സെറ്റാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്, ഡിസൈൻ വരുന്ന രീതിയിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഡിസൈൻ എങ്ങനെ നമുക്ക് അതിലേക്ക് വരുത്താം. അപ്പൊ ഇത്രയും പാർട്ട് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പിക്സൽ സീരിയൽ. ഈ ടൈപ്പ് സീരിയൽ ബൾബ് അല്ലെങ്കിൽ ഈ ടൈപ്പ് സീരിയൽസ് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഒരു തോരണം ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ തോരണം ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് അതിലൂടെ കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇതിലിപ്പം ഒരു സീരിയൽ സെറ്റിൽ വരുന്നത് 50 ബൾബുകളാണ് വരുന്നത്. ഇതിനകത്ത് 50 ബൾബാണ്. ഓരോ ബൾബിൽ 3 വയറായിരിക്കും വരുന്നത്. ഞാൻ അതിൻ്റെ അറ്റത്ത് ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, അതായത് 3 വയറാണ്. ഇവിടെ ഒരു റെഡ് വയർ വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ, ഒരു വൈറ്റ് വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. അതായത് ഈ റെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോസിറ്റീവാണ്, ദെൻ ഇങ്ങറ്റത്ത് ഈ വൈറ്റ് അതിൻ്റെ നെഗറ്റീവാണ്. അപ്പം ഇങ്ങറ്റത്ത് പോസിറ്റീവ്, അടുത്ത അങ്ങറ്റത്തുള്ളത് നെഗറ്റീവാണ് ഈ വൈറ്റ് വയർ. നടുക്ക് വരുന്ന ഈ ഒരു ഗ്രീൻ വയറാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പിക്സൽ സീരിയൽ സെറ്റിൽ ഡാറ്റ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് സീരിയൽ സെറ്റിലൂടെ അപ്ലൈ ചെയ്യണ്ടേ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡാറ്റയിൽ കൂടെ വേണം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ത് ചെയ്യുന്നത് കോഡ് വഴി പ്രോഗ്രാമിംഗ് ആയിട്ട് ഒരു പ്രോഗ്രാം കോഡ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആ കോഡ് ത്രൂ ഈ ഗ്രീൻ ലൈനിൽ വരുന്ന ഈ ഡാറ്റയിലേക്ക് വേണം നമുക്ക് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴായിരിക്കും എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സീരിയലിൽ കാണാൻ പറ്റും. നമ്മൾ തോരണം ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ അതിന് വേണ്ടുന്ന ആംബിയർ കൂട്ടി കൊടുക്കേണ്ടി വരും. പക്ഷേ വോൾട്ട് എപ്പോഴും എന്ത് മതി, നമുക്ക് 5 വോൾട്ട് മാത്രം. അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാനത് പറയാം. ഓക്കെ, അപ്പം നമുക്കിനി പിക്സലിൻ്റെ കണക്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. യൂഷ്വലി ഇതിൻ്റെ കണക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റബ്ബർ ബാൻഡ് ഇത് ചെയ്യുന്നൊന്ന് അഴിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സീരിയൽ ബൾബുകൾ വരുന്നത്. ഒരു പിക്സൽ സീരിയലിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ളൊരു കണക്ടറായിരിക്കും കേട്ടോ. ഇതൊരു മെയിൽ കണക്ടറാണ്, മെയിൽ കണക്റ്റിംഗ് പോയിന്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് എക്സ്ട്രാ 2 വയർ ഇതേപോലെ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ വയറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ റെഡ്, ഇവിടെ ഇപ്പോൾ വിഷ്വലി കാണുമ്പോൾ രണ്ടും എന്താണ്, ഒരു വൈറ്റ് വയർ പോലെ തോന്നുന്നുണ്ട് അല്ലേ? രണ്ടും വൈറ്റ് വയറാണ്. അപ്പോൾ ഇതിൽ ഒരു വൈറ്റ് വയറിൻ്റെ സൈഡിൽ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ലൈൻ വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. ദെൻ ഈ പ്യുവർ വൈറ്റ് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് തോരണം ക്രിയേഷനാണ്. തോരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സ്പേസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം പല ടൈപ്പ് നമുക്കിപ്പം 10x10 ചെയ്യാം. 10x10 എന്ന് പറയുമ്പോൾ താഴേക്ക് 10 ബൾബ്, അതുപോലെ 10 മാല, ഓരോ മാലയായിട്ടാണ് വരുന്നത്. താഴേക്ക് അതായത് ഹൈറ്റ് കുറച്ച് മതി, അത്രയും ഹൈറ്റൊക്കെ മതി. കുറച്ച് ഹൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു 5 ബൾബ് താഴേക്ക് ഇടുന്നു. എന്നിട്ട് നമുക്ക് പക്ഷേ കുറച്ച് അധികം നല്ല ഒരുപാട് ലെന്ത് വരാത്ത രീതിയിൽ, ഒരുപാട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ കുറേ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എന്നാൽ ഒരു മിനിമം ഏരിയയിൽ നമുക്ക് ഒരുപാട് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 20 മാലയുടെ ചെയ്യാൻ പറ്റും. ഓക്കെ, 20 ചെയ്യാം, 40 മാലയുടെ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു വീട്ടിൻ്റെ 2 സൈഡിലായിട്ട്, ഇപ്പം ഈ കാണുന്ന ഈ വീടിൻ്റെ 2 സൈഡിലായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, 2 മാലയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് 2 സെപ്പറേറ്റ് തോരണം മാല ഇറക്കിയിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു സൈഡിൽ 20 മാലയും അടുത്ത സൈഡിൽ 20 മാലയും, ടോട്ടൽ 40 മാലയായിരിക്കും അതിൽ വരുന്നത്. താഴേക്ക് വരുമ്പോൾ 5 ബൾബാണ്. അപ്പോൾ 5x40 ആണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇതുപോലെ വേണം നമ്മളൊന്ന് കയറ് കെട്ടാനായിട്ട്. ഫസ്റ്റ് ഞാൻ ഈ തൂണിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടോ ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്തൊരു തൂണിലാണ് ഞാൻ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് പിക്സൽ തോരണം ചെയ്യാനായിട്ട്. പിക്സൽ സീരിയലിൽ 50 ബൾബുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 50 ബൾബുകളുള്ള പിക്സലിൽ നിന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് അതിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് എടുക്കാം ആദ്യം. ഓക്കെ, ഇതാണ് LED അല്ലെങ്കിൽ ഒരു പിക്സൽ സീരിയലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടോ. അപ്പം ഈ സ്റ്റാർട്ട് പോയിന്റ് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടിത്തുടങ്ങാം. അപ്പം ഇങ്ങനെ വരും ഈ സ്റ്റാർട്ട് പോയിന്റ്. ഇതാണ് ഒരു പിക്സൽ സീരിയലിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു,
ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ടാഗ് ചെയ്ത് കെട്ടിയൊക്കെ പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ഭംഗിക്ക് വേണം ഈ ഒരു മാല വരാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മാർക്കറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് പോവാം. ഡിസ്റ്റൻസ് ഒരു മാല കഴിഞ്ഞ് അടുത്ത് എത്ര സ്പേസ് കഴിഞ്ഞിട്ട് എത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത മാല വേണ്ടതെന്ന്. ഫസ്റ്റ് മാല ഇവിടെ വരുന്നു, അതിനുശേഷം ഒരു 11 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് അടുത്ത മാല, അങ്ങനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ആദ്യം ഒരു റഫായിട്ടൊരു മാർക്ക്, ഇവിടെ ഒരു മാർക്ക് പോയിന്റ് ഇടുവാണ്. ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ ഇടാം. ഇവിടെ ഫസ്റ്റ് ഒരു മാർക്ക് ഇട്ടു, എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, 11 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് വേണം അടുത്ത മാർക്ക് പോയിന്റ് ഇടാൻ. അതുപോലുള്ള ഒരു ടേപ്പ് എടുത്തിട്ട് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ജസ്റ്റ് ഒരു 11 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ ഇവിടെയാണ് അടുത്ത പോയിന്റ് വരേണ്ടത്. അപ്പോൾ അത് കണക്കാക്കി ഒന്ന് വരയ്ക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് മനസ്സിലാകാൻ കണക്കിന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ 20 മാലയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 20 മാലയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്തെടുക്കാം. ആക്ച്വലി ടോട്ടൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 40 മാലയുടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2 സൈഡിലായിട്ടുള്ള ആംബ്ലോയുടെ, ഇത് ഒരു സൈഡിലുള്ള 20 മാലയുടെ വരുന്നതാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ 20 മാല. അങ്ങനെ ടോട്ടൽ തോരണം വരുന്നത് 40 മാലയുടെ തോരണം. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടോ ജസ്റ്റ് ഒരു ഡോട്ടിട്ട് പോയിരിക്കുന്നു. അങ്ങനെ നമുക്ക് 20 മാല ഇടാൻ വേണ്ടുന്ന എല്ലാം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ട് പോയിന്റ് തന്നെ ആയിരിക്കണം നമ്മൾ ആദ്യത്തെ പോയിന്റ് ചെയ്ത മാർക്കിൽ വെച്ച് കെട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ഈ സ്റ്റാർട്ട് പോയിന്റ് തന്നെ ആയിരിക്കണം. കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം അത് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് 5 ബൾബ് താഴേക്ക്, 1 2 3 4 5, ഈ 5 ബൾബ് താഴേക്ക് നോക്കിയിട്ട് 5ാമത്തെ ബൾബ് കഴിഞ്ഞ് 6ൻ്റെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. അതെന്താ ഇങ്ങനെ എടുക്കുക, അതിന് ശേഷം ഈക്വലായിട്ട് ആണോ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ട് ചെയ്ത മാല ഇവിടേക്ക് വെച്ച് കെട്ടാം. ഈ മാലയിലേക്ക് ഇപ്പം ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഡാറ്റ ഈ ഗ്രീൻ ലൈനാണ് ഡാറ്റ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഡാറ്റയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഡിസൈൻ നമ്മൾ ഈ ഡാറ്റ കണക്ഷനിലേക്ക് കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന ഡാറ്റ നേരെ ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെ താഴേക്ക് പോയി ഈ നടുക്കത്തെ പച്ചയും, ഇപ്പോൾ ഈ ബൾബ് ഇത്രയും ബൾബ് താഴേക്ക് പോയി കഴിഞ്ഞ് ഈ താഴത്തെ ബൾബിൽ നിന്ന് അടുത്ത മാലയിലേക്കാണ് വരേണ്ടത്. താഴെ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു വയറിൽ ഈ ഗ്രീനിലേക്ക് നമ്മൾ എക്സ്ട്രാ ഒരു വയറിനെ കണക്ട് ചെയ്തിട്ട് ആ വയറിനെ നമ്മൾ ഇവിടേക്ക് എത്തിക്കുക. എന്നാലേ നമുക്ക് ഈ മാലയിലേക്ക് ആ വയറിനെ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിൽ ഡാറ്റയിൽ. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു തരാം, കൺഫ്യൂഷൻ ആവട്ടെ, കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കളർ എടുത്താലും മതി, കുഴപ്പമില്ല. കാരണം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവിനും ഒരു ബ്ലാക്കും റെഡും ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഡാറ്റയ്ക്ക് ഗ്രീൻ ലൈൻ കിട്ടിയാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതേപോലുള്ള സെയിം ഗ്രീൻ വയർ കിട്ടിയാൽ നല്ലതാണ്. വേറെ ഏതെങ്കിലും കളർ ആണെങ്കിലും മതി, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കിട്ടിയ ഒരു ബ്ലാക്ക് വയർ വെച്ചിട്ട് ഇതിൻ്റെ ഡാറ്റയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇതൊന്ന് എന്ത് ചെയ്യാം, ഈ വയറിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ വേണം ചെയ്യാം കേട്ടോ. ഇങ്ങനെ എന്നാലും നമുക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കത്തുള്ളൂ. അടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിക്കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. നീറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ വയറ് പുറത്തോട്ട് ഇങ്ങനെ കിടക്കുന്നതിന് പകരം നല്ല ഭംഗിയായിട്ട് അത് ലാസ്റ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ലാസ്റ്റ് ടൈം നമ്മൾ ബൾബ് ഇങ്ങനെ വെച്ച് ഒന്ന് ഒട്ടിക്കും. അതൊന്നെങ്കിൽ നമുക്ക് ഇപ്പോഴേ ചെയ്ത് ഫിനിഷ് ചെയ്ത് പോവാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ചെയ്താലും മതി. തൽക്കാലം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ആദ്യമേ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇടുവാണ്. അതിൻ്റെ ലെന്ത് കറക്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഈ പോയിന്റിലേക്ക് കറക്റ്റ് വയ്ക്കുക. വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ടൈറ്റായിട്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്ത് ഒന്ന് ഒട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്ന് പെർഫെക്ഷൻ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മടക്കി ഒട്ടിച്ചായത് ഇവിടെ. ഇപ്പോൾ ഫസ്റ്റത്തെ മാല എങ്ങനെ ഇടേണ്ടതെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ 2 വയർ ഇതിലേക്ക് ഈ കയറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ലൈൻ നമുക്ക് ആദ്യമേ ടെസ്റ്റ് ചെയ്ത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവും നെഗറ്റീവും ലൈൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതായത് ഈ കയറിൻ്റെ ഇത് സ്റ്റാർട്ട് പോയിന്റ് അല്ലേ,
ഇതിൻ്റെ അടുത്ത അറ്റം ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഇവിടെ വരെയാണ് ഈ വയർ കൊണ്ട് ഞാൻ എത്തിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു പോസിറ്റീവിന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് റെഡും നെഗറ്റീവിന് ബ്ലാക്കും, അങ്ങനെ 2 വയർ എടുത്തിട്ട് ഈ കയറിൽ ജസ്റ്റ് ചുമ്മാ ചുറ്റി, വേറെ ഒന്നും ചെയ്തില്ല, ചുമ്മാ ചുറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്, നേരെ നമ്മുടെ സ്റ്റാർട്ട് പോയിന്റിൻ്റെ ഇവിടെ കൊണ്ട് ഞാനൊന്ന് കെട്ടി വെച്ചു. അത്രയേ ചെയ്തോളൂ. എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിൻ്റെയും ഇവിടെ ഞാൻ കുറച്ച് സ്കിൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് രണ്ടും നമ്മുടെ പിക്സലിലെ ഈ പിക്സലിൻ്റെ ടോപ്പിൽ 2 വയർ ഇങ്ങനെ കിടക്കുമല്ലേ, അപ്പോൾ ഈ ടോപ്പിലുള്ള ഈ 2 വയറിൽ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ തെറ്റരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. റെഡ് ലൈൻ ഉള്ളത് റെഡിലേക്കും ഈ റെഡ് വയറിലേക്കും, പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് ഈ ബ്ലാക്കിലേക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ വേണം ഓരോ മാലയും നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ. എന്ത് ചെയ്യുക, ഇവിടെ തൂക്കുന്ന ഓരോ മാലയ്ക്കും ഡാറ്റയും ഇതേപോലെ ഫ്ലോ ചെയ്ത് പോകും. അതോടൊപ്പം തന്നെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഈ മെയിൻ ലൈനിലോട്ട് പിടിച്ചിങ്ങനെ വയറിന് കുറച്ച് സ്കിൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചൊട്ടിച്ച് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ ഒരു വയറിൻ്റെ നമ്മൾ എൻഡ് പോർഷൻ ഫസ്റ്റത്തെ മാലയുടെ 5 ബൾബ് കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട്, ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എൻഡിൽ, അതായത് ആദ്യത്തെ 5 എണ്ണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്റ്റാർട്ടിങ് വരണത് അടുത്ത് ഇതാണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് പിന്നെ അങ്ങ് മാല പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടല്ലോ, ആ സ്റ്റാർട്ട് പോയിന്റ് LED ബൾബ് വേണം അടുത്ത മാലയുടെ സ്റ്റാർട്ടിൽ വരാം. കറക്റ്റ് എന്നാലേ കത്തത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം പ്രോപ്പറായിട്ട് കത്തില്ല കേട്ടോ. ഓക്കെ, ഒരു സൈഡ് ഇടേണ്ട 20 മാല കംപ്ലീറ്റ് ചെയ്തു. ഇത് 2ാമത്തെ സെറ്റാണ്, 2ാമത്തെ 20 മാലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ആയി. നമുക്കിനി പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്യേണ്ടത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെയിൻ ആയിട്ടുള്ള 2 ലൈനിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് നോക്കാം. ഓക്കെ, ഈ പോസിറ്റീവ് ലൈൻ പിടിച്ച് കൊടുക്കാനായിട്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് നീക്കിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലാക്കിൻ്റെയും അതായത് നെഗറ്റീവിൻ്റെയും നമുക്ക് കൊടുക്കാം. നെഗറ്റീവിൻ്റെ ഇവിടെ കൊടുക്കുന്ന രീതിയിൽ ഞാൻ കുറച്ച് മാറ്റി, അടുപ്പിക്കരുത്, കുറച്ച് മാറ്റി ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. പെർഫെക്റ്റ്. അപ്പോൾ ഇതേപോലെ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഓരോ ബൾബിൻ്റെ അടുത്തും പോയിട്ട് സ്കിൻ മാത്രം പോസിറ്റീവ് നെഗറ്റീവ് മാറ്റുക. ഈ ബൾബ് ഇതിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവും ജസ്റ്റ് ഇങ്ങനെ സ്കിൻ കട്ട് ചെയ്ത് കളയുക, കണക്ട് ചെയ്ത് ഇൻസുലേഷൻ അടിച്ച് പോവുക. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ചെയ്ത തോരണം 2 മാലയും 2 സൈഡിലായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് ഒരു സൈഡ്, ഇത് അടുത്ത സൈഡ്. അപ്പം ഈ സൈഡിൽ, അപ്പം ഈ റൈറ്റ് സൈഡിൽ നമുക്ക് എടുക്കാം. ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കുമ്പം ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലാസ്റ്റത്തെ ഡാറ്റ വയറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നതിന് ഉണ്ടോ, ഇവിടുത്തെ ലാസ്റ്റത്തെ ഒരു ഡാറ്റ ഉണ്ടോ, ഈ ഡാറ്റയിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഗ്രീൻ ലൈൻ. ബാക്കി ബ്ലൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ പോസിറ്റീവാണ്, ബ്ലാക്ക് നെഗറ്റീവാണ്. ഇതിൻ്റെ ഭാഗത്ത് കണ്ടോ, ഇതിൻ്റെ പവർ വരുന്നത് ലാസ്റ്റാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് ഡാറ്റ വയർ, ഈ ഒരു വയറുണ്ടല്ലോ ഗ്രീൻ വയർ, ഈ ഗ്രീൻ ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ കൊണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു പിക്സൽ മാലയുടെ നടുക്കത്തെ ഗ്രീനിൽ കൊണ്ട് കണക്ട് ചെയ്ത് കൊടുക്കും. എന്നാലേ കണക്ഷൻ കിട്ടത്തുള്ളൂ. അത് തമ്മിൽ ഒരേ ഡിസൈൻസ് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്ത് കാണണമെങ്കിൽ അവിടുത്തെ ഡാറ്റയുടെ കണ്ടിന്യൂഷൻ ഇപ്പുറത്തും വരണം അല്ലേ. ആ മാലയുടെ ഡാറ്റ എന്ന് ഒരു വയർ നേരെ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പുറത്തെ മാലയുടെ ഈ ഡാറ്റ വരുന്ന പോർഷനിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, നമുക്കിതിന് പവർ കൊടുക്കാൻ വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഇതിനെ SMPS 20 ആംപിയറിൻ്റെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 20 ആംപിയറിൻ്റെ SMPS ആണ്, 5 വോൾട്ട് 20 ആംപിയറിൻ്റെ. അത് നമുക്ക് മേടിക്കാൻ കിട്ടും ഷോപ്പിൽ നിന്ന്. ഈ ടൈപ്പ് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മുടെ ഈ സീരിയലിലേക്ക് കാണിക്കണം അല്ലേ, പിക്സലിൽ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു ഡിവൈസാണ്. ഇതിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ പിക്സൽ കൺട്രോളർ എന്നാണ്. പിക്സൽ കൺട്രോളർ, ഇത് പിക്സൽ കൺട്രോളർ T1000S എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു DAT ഡാറ്റ പാർട്ട് മാത്രമാണ് വരുന്നത്. ദെൻ ഈ ഒരു കൺട്രോളറിൽ നമുക്ക് എന്ത് വേണം, ഒരു ഇൻപുട്ട് കൊടുക്കണം. ഒരു ഇൻപുട്ട്, അതിനകത്തും ഒരു ഇൻപുട്ട് കറണ്ട് കൊടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. 3.3 വോൾട്ട് മുതൽ 24 വോൾട്ട് DC വരെ. അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഇതേ പവർ സപ്ലൈ തന്നെ
ഇതിന് വേണ്ടുന്ന ഇൻപുട്ടിൻ്റെ വയറിനെ കൊണ്ട് കണക്ട് ചെയ്താൽ മതി. ഇതാണ് ഡാറ്റ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വയറിൻ്റെ തുടക്കമുള്ള ബൾബിൻ്റെ അവിടെയുള്ള ഡാറ്റയിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. നമുക്ക് കൺട്രോളറിൻ്റെ കണക്ഷനെ കുറിച്ച് നോക്കാം. കൺട്രോളറിന് ഈ ഒരു ക്യാപ്പ് കണ്ടോ, ക്യാപ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊക്കി വയ്ക്കാം. AC എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് മെയിനിൽ നിന്നുള്ള ലൈനാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഇപ്പുറത്ത് കണ്ടോ -V, ഫസ്റ്റ് -V, സെക്കൻഡ് -V, അതായത് നെഗറ്റീവാണ് ഈ 2 പോർട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 പോർട്ടും നെഗറ്റീവാണ്. ദെൻ ഇവിടെ ആ 2 -V കഴിഞ്ഞാൽ 2 +V ആണ്, പിന്നെ പോസിറ്റീവാണിത്. അപ്പോൾ ഇങ്ങറ്റത്തെ 2 എണ്ണം AC ആണ്, ഡയറക്റ്റ് പ്ലഗിലേക്ക് പോകേണ്ടത്. ഈ നടുക്കത്ത് ഇതൊരെണ്ണം വിട്ടിട്ട് ഇത് 2 എണ്ണം നെഗറ്റീവ്, ഇങ്ങറ്റത് 2 എണ്ണം പോസിറ്റീവ്. ഇത് മാറിപ്പോരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻപുട്ട് മെയിനിലേക്ക് പോകേണ്ട 2 വയറും ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവിന് ബ്ലാക്ക് വയറും പോസിറ്റീവിന് ഗ്രീൻ വയറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നേരെ ആ വയറിനെ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, നമ്മുടെ SMPS കൊണ്ടെത്തിച്ചിട്ട് നെഗറ്റീവ് വയർ, ബ്ലാക്ക് വയർ ഇതിൻ്റെ നെഗറ്റീവിലും ഗ്രീൻ വയർ പോസിറ്റീവിലും കണക്കാക്കി ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. ജസ്റ്റ് ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യുക. ദെൻ ഈ ഭാഗം ഈ റെഡ് ലൈനിൻ്റെ നന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുന്നത്, ഇത്രയേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഇനി അടുത്തുള്ളത് നെഗറ്റീവാണ്. ഈ ബ്ലാക്ക് വയർ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് രണ്ട് കണക്ഷനൊക്കെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ അത് ഒന്ന് ലൂസാക്കി ഇതിൻ്റെ വയറും ജസ്റ്റ് അതിനകത്തേക്ക്. ഓക്കെ, ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു സൈഡ് മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പം ഇനി ഇപ്പുറ സൈഡ് പോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും പോസിറ്റീവ് നെഗറ്റീവും നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യണം. അതെന്ത് ചെയ്താൽ മതി, ഞാനിത് ലൂസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യും. ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവും ഇപ്പുറത്തെ പോസിറ്റീവും നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് അത് ഈ സ്ക്രൂവിൻ്റെ ഇടയിലേക്ക് ആക്കി ടൈറ്റ് ചെയ്താൽ മതി. നെഗറ്റീവും അതുപോലെ തന്നെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ടൈറ്റ് ചെയ്താൽ മതി. ദെൻ നമുക്ക് ഇനി പവർ ഓൺ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ പിക്സലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡിസൈൻ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പം ഇനി ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ആർക്ക് വേണോ വളരെ സിമ്പിളായിട്ട് തോരണം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യാറുണ്ട്. ഈ വീഡിയോയുടെ ലെന്ത് കൂടിയോണ്ട് തന്നെ ഉടനെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഇട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.